ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി അറബിക് റൈസിൻ്റെ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണിത്. അറബിക് റൈസുകളിൽ ഏറ്റവും ടേസ്റ്റുള്ള റൈസാണിത്. ഇത് നമ്മൾ ചിക്കൻ വെച്ചാട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ഒരു അറബിക് റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ ചിക്കന് തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെ എടുക്കുക കേട്ടോ. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ 450 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് തൈ പീസും ലെഗ് പീസും കൂടെ ഉള്ള ആ ഒരു പീസായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു ചിക്കന് ഫുള്ളായിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഒരല്പം വിനാഗിരി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ആയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു വിനാഗിരിയിൽ നമ്മൾ ഈ ചിക്കൻ ഇട്ട് വെക്കുന്നത് ഈ ഒരു ചിക്കൻ്റെ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മൾ സ്കിന്നോട് കൂടി എടുക്കുമ്പോൾ ആ ഒരു ചിക്കൻ്റെ കുത്തുന്ന സ്മെല്ല് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ഈ ഒരു വിനാഗിരി ഒഴിച്ചിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അത്ര സമയം ഇട്ട് വെച്ചാൽ മതി ഒരു ചിക്കനെ നമുക്ക് ഇനി ഒരു 10 മിനിറ്റ് സമയത്തേക്ക് മാറ്റി വെക്കാം. നമുക്കിതിലേക്ക് വേണ്ട റൈസും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ലുലുവിൻ്റെ ബിരിയാണി ബസുമതി റൈസാണ് കേട്ടോ. സാധാരണ നമ്മൾ കപ്സക്കും മന്തിക്കൊക്കെ എടുക്കുന്ന സെല്ല റൈസ് പോലെ തന്നെയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ബിരിയാണിക്കാണെന്നുണ്ടെങ്കിലും മന്തിക്കാണെന്നുണ്ടെങ്കിലും ഇതുപോലെ അറബിക് റൈസ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ബൗളിലേക്ക് 2 കപ്പ് റൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ റൈസ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ ഈ ഒരു റൈസ് ബിരിയാണിക്കാണെങ്കിലും അറബിക് റൈസ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ വേണ്ടി എടുക്കുമ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ. കാരണം ഈ ഒരു റൈസ് നല്ല വൈറ്റ് കളറാവുന്നത് വരെ സോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൈസ് പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. പിന്നെ റൈസ് തമ്മിൽ ഒട്ടിപ്പൊടിക്കാതെ നല്ല വേറിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. ചിക്കൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളം കളഞ്ഞിട്ട് സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു റൈസ് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഒരു കുക്കർ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിലാട്ടോ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക. പക്ഷെ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ബട്ടർ യൂസ് ചെയ്യുമ്പോഴാട്ടോ. ബട്ടർ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട സ്പൈസസ് ഒരു 4 പീസ് പട്ട എടുത്തിട്ടുണ്ട്, ഒരു 2 പീസ് വഴനയില, പിന്നെ ഒരു 5 ഗ്രാമ്പു, 2 ഏലക്കായ, 1/2 ടീസ്പൂൺ വീതം കുരുമുളകും മുഴുവൻ മല്ലിയായിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്പൈസസും കൂടെ ബട്ടറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ അറബിക് റൈസിന് വേണ്ടിയിട്ട് സ്പൈസസ് എടുക്കുമ്പോൾ പട്ടൻ്റെ ഫ്ലേവർ എപ്പോഴും കൂടുതൽ എടുക്കണം കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. സ്പൈസസ് ഒക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ചെറിയ സവാള കേട്ടോ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി. ഒരു സവാള കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ആട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സവാള നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒരു 1-2 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് അറബിക് മസാലയാണ് കേട്ടോ. നമ്മൾ കപ്സക്കും മന്തിക്കൊക്കെ യൂസ് ചെയ്യുന്ന അറബിക് മസാല 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്, അതൊരു 1/2 ടീസ്പൂണും. ഈ 2 മസാല മാത്രമേ നമ്മൾ ഈ ഒരു റൈസിൽ യൂസ് ചെയ്യണുള്ളൂ കേട്ടോ. മസാലപ്പൊടികൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മളിതിൽ ഗരം മസാല ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഗരം മസാല ഒക്കെ ചേർത്ത് കൊടുത്താൽ ഈ ഒരു റൈസിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഈ ഒരു മസാലപ്പൊടികൾ ഇതാ വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ പേസ്റ്റ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കയ്യിൽ ഇനി ടൊമാറ്റോ പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് തക്കാളി മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ തക്കാളി യൂസ് ചെയ്താലും മതി കേട്ടോ. ഈ ഒരു ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ ഒരു ടൊമാറ്റോ പേസ്റ്റിൻ്റെ ഒരു പച്ച ടേസ്റ്റ് നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു 2 മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഡ്രൈ ലെമണും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളം എടുത്തിട്ടുള്ളത് 1 കപ്പ് റൈസിന് 1.25 കപ്പ് വെള്ളം എന്നുള്ള അളവിലാട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളിത് കുക്കറിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു അളവിൽ വെള്ളം മതിയാവും. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു വെള്ളം ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച ശേഷം നമുക്കിതിലേക്ക്
പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അറബിക് റൈസ് പൊതുവേ ഭയങ്കര എരിവൊന്നും ഉണ്ടാവില്ല. ഞാനൊരു 6 പച്ചമുളകാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പച്ചമുളക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ മാഗി ക്യൂബ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. മാഗി ക്യൂബിലും ഉപ്പ് വരുന്നതാണ്. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ ഒരു കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ചെറിയൊരു പിടി മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 2 തക്കാളി ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ടിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാട്ടോ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇത് നമുക്ക് ഈ ഒരു അറബിക് റൈസിൻ്റെ കൂടെ കഴിക്കാനുള്ള ടൊമാറ്റോ സൽസയാണ് കേട്ടോ. നിങ്ങൾക്ക് മല്ലിയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. പക്ഷെ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ റൈസ് സോക്ക് ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് ഇതുപോലെ നല്ല വൈറ്റ് കളറാവണം കേട്ടോ. ഇങ്ങനെ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് വെള്ളം വാർത്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു റൈസ് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുക്കർ ഒരു വിസിൽ വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷർ പോയ ശേഷം കേട്ടോ തുറക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിക്കനൊക്കെ അത്യാവശ്യം കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനും നമ്മളിപ്പോൾ എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വെള്ളം കളഞ്ഞെടുത്തിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാനൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ആദ്യത്തെ 2 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കുക്കർ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കർ ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴേക്കും കുക്കർ ഒരു വിസിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഈ കുക്കറിൻ്റെ പ്രഷർ പോയ ശേഷം കേട്ടോ അപ്പോൾ തുറക്കുന്നത്. അപ്പോൾ നമുക്കൊന്നത് കുക്കായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ റൈസൊക്കെ പാകത്തിന് കുക്കായിട്ടുണ്ട്. അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, റൈസ് തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ. റൈസൊക്കെ കറക്റ്റ് വേവാണ്. പിന്നെ നമുക്കിതിന്ന് ആദ്യം ഈ ഒരു ചിക്കൻ ഒന്ന് എടുത്ത് മാറ്റാം. ചിക്കൻ എടുത്ത് മാറ്റിയ ശേഷം നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ ഒരു റൈസ് ചൂടോട് കൂടി മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഫോർക്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, ഏറ്റവും നല്ലത്. എന്നാലും ആ ഒരു റൈസ് പൊട്ടിപ്പോവും, ഉടയൊന്നുമില്ല. അപ്പോൾ ആ റൈസൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി അറബിക് റൈസാണ് ഇത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഇത് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു റൈസിന് കുക്കർ മന്തി എന്ന് പറയും. പക്ഷേ ഇവിടെ പറയുക മദ്ഹൂത്ത് എന്നാണ് കേട്ടോ. നമുക്കൊരു അരമണിക്കൂറൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള ടൈം എടുക്കുന്നുള്ളൂ. ഈ ഒരു ചിക്കൻ മദ്ഹൂത്ത് ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണിത്. നമുക്ക് പാർട്ടികൾക്കാണെന്നുണ്ടെങ്കിലും പെരുന്നാൾക്കാണെങ്കിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി അറബിക് റൈസാണ്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.